ഹായ് ഗായ്സ്, എനിക്കങ്ങനെ വ്ളോഗ് എടുത്തൊന്നും ശീലമില്ല. പക്ഷേ നമുക്കൊന്ന് എടുത്തു നോക്കാം. വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോയി വെക്കാം. കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എല്ലാ വീക്കെൻഡിലും നമ്മൾ കുറച്ച് സാധനം വാങ്ങാറുണ്ട്. സോ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോകുന്നത്. അതിൻ്റെ ചൂടുണ്ടാവും. പക്ഷെ നമുക്ക് പോയി വെക്കാം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുടയെടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. അതെ അതെ, വളരെയധികം ചൂടാണ് ഇവിടെ. ചൂടാണ്. കുടയില്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ പുകയാണ്. ഉച്ചയ്ക്ക് മേലെ 38 ഡിഗ്രി കണ്ട. ഇടയ്ക്ക് കുറയും. ഇന്ന് 34 ഫാത്തിയ പറഞ്ഞത്. സാധാരണ 38-40 ഇടയ്ക്കൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ കൂടുന്ന ഞാൻ കേട്ടെ. അറിയത്തില്ല. ഓ, നമ്മളങ്ങനെ പീക്കിലേക്ക് ലുലുവിലോട്ട്. ആലോചിക്കുന്ന ഈ പ്രാവുകളൊക്കെ എങ്ങനെ നിൽക്കുന്നല്ലേ. ഇവരൊക്കെ ഈ ചൂടിന് ഓക്കെ ആയി എന്നാ തോന്നണം. കരാമേന്നുള്ള ലുലു എന്നാണ് നമ്മളെ സാധനം വാങ്ങുന്നത്. നമ്മൾ ഏറെക്കുറെ അതിൻ്റെ ബാക്ക് ഗേറ്റിൽ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ടിൽ കൂടെ എപ്പോഴും ഞാനും ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ ബാക്ക് ഇത്ര അടുത്ത് കിടക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ. 2 കണ്ണട ഇട്ട് ചത്താണൊക്കെ ഇരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, വെയിലുള്ളതുകൊണ്ട് കണ്ണട ഇട്ടേ പറ്റും. അല്ലെങ്കിൽ കണ്ണ് ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഉള്ളിനകത്ത് കയറി നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആ സാധനമാണ് ആദ്യം വാങ്ങേണ്ടത്. കാർട്ട് എടുക്കണം. ആ പ്ലാസ്റ്റിക്കിന്റെ കാർട്ട് എടുത്താൽ മതി. അതിനാണ് റേറ്റ് ഇത് കുറവ്. നമ്മുടെ ഇന്നത്തെ വണ്ടി ഇട്ടിരിക്കുക. ഇനി ഇത് നിറയ്ക്കുന്നത്രയൊന്നും വാങ്ങില്ല. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ വാങ്ങുള്ളൂ. കുറച്ച് സവാള എടുക്കാം. എടുത്ത് എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ് ഇപ്പോൾ. ഓക്കെ, വെരി ഓവർ പ്രൈസ്ഡ്. യുദ്ധമൊക്കെ വന്നതിന് ശേഷം നല്ല റേറ്റാണ് ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും. 2 സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് മരത്തിൽ കയറി പറ്റി തിന്നുന്ന സാധനമാണ്. ഇവിടെ അതിൻ്റെ റേറ്റൊക്കെ ഒരു പാക്കറ്റിന് 20 ദിർഹംസ്. അതായത് നാട്ടിൽ 500 രൂപ വരും. ഞങ്ങൾക്ക് എത്ര എണ്ണ കഴിക്കുന്നതെന്ന് അറിയാം. ഗ്രീൻ പ്ലംസാ ഞാൻ കണ്ടിട്ടില്ല. ചാള ചത്ത് കിടക്കുന്നതുണ്ടോ? എല്ലാവരും ഉണ്ട്. ഞണ്ടുണ്ട്. ഇതൊക്കെ എന്താ സാധനം? പീസാ. ആദ്യമായിട്ടാണ് മീനിനെ ചെക്ക് ചെയ്ത് വാങ്ങുന്നത്. ഇവിടെ വീട്ടിൽ വിളിച്ച് വെക്കേണ്ടി വരുമോ ഫാത്തിഹ? എനിക്ക് ഏതാ നല്ലത്? നീ ഒരു നല്ലതെന്ന് തോന്നുന്നൊരു 3-4 എടുത്താൽ കിട്ടും. നമുക്ക് കൊണ്ട് പൊരിച്ച് തിന്ന് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ മേടിക്കാം. അങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്താണല്ലോ വാങ്ങണ്ട. എന്നും പറഞ്ഞ എല്ലാം കൂടെ വർക്ക് ചെയ്താൽ നല്ലതാണെന്ന് നോക്കിയെടുത്തിട്ട് ഇത്രയും സാധനം വാങ്ങിയിട്ടുള്ളൂ. അധികം സാധനത്തിൻ്റെ ആവശ്യമില്ല. കാര്യം അവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. കഴിഞ്ഞോ നിന്റെ വേടിപ്പ്? കഴിഞ്ഞു. ഇവിടെ ഞാൻ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിച്ചു. നീ ഇതല്ലേ മേടിച്ചേ? പിന്നെ ഇത് ബട്ടർ സ്കോച്ചാ. ഞാൻ ഐറിഷ് കോഫിയാണ്. ഇതല്ലേ മേടിച്ചേ നീ? അല്ല, അത് കാരമല്ല. പക്ഷെ അത് കണക്കാണ് ഇരിക്കുന്നല്ലേ. അത് നിന്നെ പറ്റിച്ചതാ മതി. ഇതിന്റെ ചെറുതാ ഞാൻ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. വേണ്ട അച്ചാർ വേണോ? അച്ചാർ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കുന്ന കൂട്ടിക്കൂടെ? നീ എന്താ മേടിക്കണേ? ഇതോ നമ്മളിതണക്ക് ഓൾറെഡി കുറേ ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഇതിനൊന്നും വലിയ ഓഫർ ഇല്ലാതെ തോന്നുന്നു. ചില സമയം നമുക്ക് 2 എണ്ണമൊക്കെ ബണ്ടിലായിട്ടൊക്കെ കിട്ടും. ഇതേപോലെ. അതുമല്ല, ഇതിനൊന്നും ഓഫറില്ല. നമുക്കിനി നെക്സ്റ്റ് ഓയിലും കൂടെ നോക്കാം. അവിടെ എന്താ 300 ഗ്രാംസ് ഉള്ളൂ. ഓൺലി അവക്കാഡോ. ലുലു എക്സ്പെഡിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങി ഇനി അവിടെ പോയിട്ട് നോക്കട്ടെ.
അവിടെ എന്തെങ്കിലും ഡീൽസ് ഉണ്ടോ നമുക്ക് എടുക്കാൻ പറ്റിയതൊന്നും. ഇവിടെ നല്ല നീ ലാൻഡ് ക്രൂയിസർ തട്ടിയത്. അപ്പോൾ നിനക്ക് ബ്ലാക്ക് എടുക്കായിരുന്നു. എനിക്ക് ഈ പ്രാന്തുള്ളത് കൊണ്ട് ഫാത്തിയക്ക് ഈ പ്രാന്തുണ്ട്. ഇപ്പോൾ അവിടെ ഞങ്ങളോ പുതിയാറുകളൊക്കെ കാണാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റാണ്. മിനിമം 10 കൊടുക്കണം. നല്ല രസമുണ്ട്. 50 ദിറംസിൻ്റെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ലുലുവിൻ്റെ കവർ അല്ലാത്തത്. അത് ഞങ്ങളുടെ കുറേ കവറുണ്ട് ഇങ്ങനത്തെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കവർ കൊണ്ടുവരും. ഓക്കെ, ഡിസ്കൗണ്ട് കൂപ്പൺ പക്ഷെ വേണ്ട, ട്രിമ്മറിന്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞു. ഇങ്ങനൊന്നും എടുക്കില്ല. ഇതൊക്കെ എന്തോന്ന് ആക്രി പറക്കി വെച്ചേക്ക് നടക്ക് റോട്ടിന്റെ നടുക്ക് നിൽക്കും. അതൊക്കെയല്ലേ നമ്മൾ എടുക്കണ്ടേ. അതാണ് നമ്മുടെ റിയാലിറ്റി. കണ്ണാടിയൊക്കെ ഇട്ടത് ഭാഷ കൊടയെടുത്ത്. ഇതാണ് കൊച്ചി സ്റ്റൈൽ ഓഫ് ഫാത്തിഹ. കൊച്ചിയോ? അല്ല, ദുബായ് സ്റ്റൈൽ ഓഫ് ഫാത്തിഹ. പണ്ട് പറഞ്ഞ നാളെ കൊച്ചിയിലായിരുന്നു അതിൻ്റെ. സാധനം ഞാൻ എടുക്കണമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ലുലു എന്നുള്ള പർച്ചേസ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നെസ്റ്റോ. അടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വലത്തോട്ട് തിരിഞ്ഞ് നേരെ നടന്നാൽ അവിടെ നെസ്റ്റോ. കണ്ണാടിയൊക്കെ ഇട്ടിരുന്നുണ്ടായിരിക്കും ദുബായ് റിച്ച് മെല്ലും അത്. ഇതിട്ടില്ലെങ്കിൽ ടാസ്ക്കാണ്. അതാണ് പ്രശ്നം. എങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യാം? ഇങ്ങോട്ട് വാ, ഇതിലേക്ക് ഇറങ്ങാം. വണ്ടി വരുന്നത് നോക്കിക്കോണേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഓക്കെ, ഡൺ. നമ്മളിപ്പുറത്തെത്തി. ഇനി നമുക്ക് നേരെ നെസ്റ്റോ. അപ്പോൾ നെസ്റ്റോ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. നെസ്റ്റോയിലോട്ട് കയറാൻ പോവാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നമ്മൾ വണ്ടി താക്കോലൊക്കെ കിട്ടിയില്ലേ. ഇവിടെ എപ്പോൾ വന്നാലും ഇത് കണക്കൊരു ഷൂസ് ഇവിടെ വെച്ചിട്ടുണ്ടാകും നോക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് കിട്ടിയ മനസ്സിലായില്ല. നമ്മൾ പണ്ട് മേടിച്ച് കഴിക്കുന്ന പൂക്കേക്ക് ഇത് മേടിച്ചാലോ നമുക്ക്? സാധനം വേണ്ട. ഒലിവ് ഓയിൽ, ടൊബ്ലറോൺ. എത്ര ടൊബ്ലറോൺ? 5 മേടിച്ചാലോ നമുക്ക്? വാ എടുക്കട്ടെ. ഇവിടെ നമ്മൾ ഇത്തരം ചില സാധനങ്ങൾ എടുത്തു. കമ്പാരിറ്റീവ്ലി അവിടത്തേക്കാൾ വില കുറവാണ് ഇവിടെയെന്ന് എനിക്കും തോന്നുന്നു. ഇന്ന് മാത്രം. സാധാരണ തിരിച്ചാണ് സംഭവിക്കാറല്ലേ. ഞങ്ങളാ ഇതൊക്കെ ബണ്ടിൽ ഫുള്ള് നിറക്കണം. ഐസ്ക്രീം തൊട്ട് പ്ലേഡ് എല്ലാം വാങ്ങിക്കണം. എന്താ നീ പറഞ്ഞ? നെയ് വേണോന്നോ? ഇവിടെ നെക്സ്റ്റ് ഓയിൽ കയറണമെന്ന് പോലും പ്ലാനില്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഓയിൽ ഒരു ചട്ടി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എൻഡ് ചെയ്തിട്ടില്ല, ഇനിയുണ്ട് സാധനങ്ങൾ മേടിക്കാൻ. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. സാധനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.